ഹലോ എവരിവൺ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗീവ് അവേയുടെ പറ്റിയിട്ട്, ഗീവ് അവേയുടെ ഗിഫ്റ്റ് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും വിചാരിച്ചേക്കുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഗീവ് അവേക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്നാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 25th നമ്മളിപ്പം കറണ്ട്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഗീവ് അവേയുടെ വിന്നർ അനൗൺസ് ചെയ്യും. അത് ഒരാളായിരിക്കും വിന്നറായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമായിരിക്കും അതിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ആ ഒരു സമയത്തേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് ആക്ച്വലി ഞാൻ ആ ഒരു ഷോർട്സിൽ ഉദ്ദേശിച്ചത്. നമുക്ക് ആ ഒരു ഗിവ് അവേ എന്ന് പറയുമ്പോൾ കുറച്ചധികം ലോങ്ങിലേക്ക് വരുന്നൊരു ഗിവ് അവേ ആയിരിക്കും. എത്ര സമയത്തിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതെന്ന് അറിയില്ലല്ലോ. അതേപോലെ തന്നെ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവേ കഴിയുന്ന സമയത്ത്. ഇനി വരാൻ പോകുന്ന വലിയ ഗിവ് അവേയിൽ നമുക്ക് 3 വിന്നേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 3 വിന്നേഴ്സിന് 3 ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ആ ഗിഫ്റ്റ് എന്ത് വേണം എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി നിങ്ങളോട് ചോദിച്ചത്. എല്ലാവരും ഒരുപാട് അത് കമൻ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഗിവ് അവേ തരണം, ഇന്നത് ഗിഫ്റ്റ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് സ്കിൻ കെയർ, അതേപോലെ തന്നെ ഹെയർ കെയർ, പിന്നെ എന്തെങ്കിലും ഒരു കൂടുതലും ജേർണലും ക്രാഫ്റ്റ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയാം. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വേണമെന്ന് വിചാരിച്ചു, മാമാ എർത്തിൻ്റെ ഇന്ന മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഷാമ്പു ആണെങ്കിൽ ഇന്ന എന്താ പറയുക, വിഷ് കെയറിൻ്റെ ഒരു ഷാമ്പു, അതേപോലെ വിഷ് കെയറിൻ്റെ ഒരു റോസ്മേരി വാട്ടർ, അല്ലെങ്കിൽ റൈസ് വാട്ടർ, അങ്ങനെ സ്പ്രേ ഒക്കെ വരത്തില്ലേ. പിന്നെ അണ്ടറാം പിഗ്മെൻറ്റേഷൻ മാറാനുള്ള സ്പ്രേ, പിന്നെ ഡോക്കിൻ്റെ മോയ്സ്ചറൈസർ, സെറം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അതാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്കത് വ്യക്തമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പറയുന്നത് 3 ഗിഫ്റ്റ് ചൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ആ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്. 25-ാം തീയതി നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവേ കഴിഞ്ഞിട്ടുള്ള ഗിവ് അവേയുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതൊരു വലിയ ഗിവ് അവേ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റ് വേണമെങ്കിലും പറയാം. ഒരു വലിയ റേഞ്ചിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതായിരിക്കും ഗിവ് അവേ തരിക. കുറേ പേര് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആക്ച്വലി പരിഗണിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊക്കെ ഇപ്പം നോക്കുമ്പോഴാണ് കാണുന്നത് കൂടുതൽ പേര് ചുരിദാർ സെറ്റ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ആണെങ്കിലും പ്രോഡക്റ്റ് തന്നെ പേര് പറയണമെന്നില്ല, അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് കമൻറ്റിൽ കൊണ്ടുവന്നിട്ടിരുന്നാലും മതി. നിങ്ങൾ ആക്ച്വലി ഈ വീഡിയോയുടെ താഴെ ഇട്ടോളൂ, അതാണ് കുറച്ചൊരു എളുപ്പം. എനിക്ക് തോന്നുന്നു ആ ഒരു ഷോർട്സ് ഞാൻ കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി ഇട്ടത്, കറക്റ്റ് സമയം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്. എനിക്ക് പ്രോഡക്റ്റിൻ്റെ നെയിം വരാമെങ്കിൽ നെയിം ഇടുക, അതല്ല ലിങ്ക് അയക്കാമെങ്കിൽ ലിങ്ക് അയക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അയക്കാം. ഞാൻ ഉദ്ദേശിച്ച കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവേയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കാർട്ടിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ.